ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര വാട്ടർ മെട്രോ കാണാനായിട്ട് നമുക്ക് പോകാം. അപ്പോൾ വാട്ടർ മെട്രോയുടെ ജെട്ടിയുടെ അടുത്തായിട്ട് ഒരു ചെറിയ ഓണമൊക്കെ പ്രമാണിച്ച് ചെറിയൊരു ഫെയർ നടക്കുന്നുണ്ട്. അവിടേക്കൊന്ന് കണ്ട് ചുറ്റിക്കറങ്ങി നമുക്ക് മെട്രോയിലേക്ക് കയറാനായിട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ പോരൂ. ഹൈക്കോർട്ട് ജെട്ടിയുടെ അടുത്താണ് കേട്ടോ ഈ ജെട്ടി. നിങ്ങൾ പോയിട്ടുള്ളതായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞു മാത്രമേ. ഇത് പെരുമ്പാവൂര് ജിഷയെ കൊല ചെയ്തില്ലേ, ആ ജിഷയുടെ അമ്മയാണ് കേട്ടോ ഇത്. LLBക്ക് പഠിച്ചുകൊണ്ടിരുന്ന ജിഷയെ വർഷങ്ങൾക്ക് മുമ്പ് കൊലപാതകം നടന്നല്ലോ, വലിയൊരു കേസൊക്കെ ആയല്ലോ. ആ കുട്ടിയുടെ മരണത്തിന് ശേഷം അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഈ മറൈൻ ഡ്രൈവിലാണ് കേട്ടോ അതിൻ്റെ താമസം. അതെ, ഹൈക്കോടതി ജെട്ടിയിൽ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചി ജെട്ടി വരെയാണ് പോയിട്ടുള്ളൂ. എന്നിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയില്ല, കണ്ടുമില്ല. അങ്ങനെ തന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ ലുലു മാളിലേക്ക് പോയി. നല്ല തിക്കും തിരക്കുമാണ്, എപ്പോഴും യാത്രക്കാരുടെ തിരക്കാണ്. നല്ല സൗകര്യങ്ങളുണ്ട്, അവിടെ ഇരിക്കാനും പറ്റും. നമ്മളൊക്കെ എന്ത് ഭാഗ്യമുള്ളവരാണല്ലേ, എത്ര സുന്ദരമായ ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് തന്നെ പറയാം. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഏത് സമയത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടല്ലോ. ഇതാണ് കേട്ടോ ലൈഫ് കെയർ ജാക്കറ്റ് വെച്ചിരിക്കുന്ന പെട്ടി. അതിനകത്ത് നമുക്ക് ഉള്ള പ്രിക്കോഷൻസ് എല്ലാം തന്നെ കരുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആപൽഘട്ടങ്ങളിൽ എത്രയും പെട്ടെന്ന് തുറന്നെടുത്തിട്ട് ജാക്കറ്റ് ഇട്ട് നമ്മൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കടലിൽ, അതായത് കരയിൽ കൂടെ പോകുന്ന മെട്രോ പോലെ തന്നെ വെള്ളത്തിൽ കൂടെ പോകുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ലൈഫ് ജാക്കറ്റാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നെഗറ്റീവ് കമൻറ്റുകളുണ്ടെങ്കിലും എല്ലാവർക്കും ഇട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വളരെയേറെ നന്ദി. നമസ്കാരം.